കൊച്ചിയിൽ ഒരു നിർണായക യോഗം നടന്നതിന് പിന്നാലെ കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയുടെ പ്രതിഷേധവും കൂടി നടക്കുകയാണ്. സൗത്ത് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം. ഭൂമി വേണ്ടി വരുന്ന മറ്റൊരു പദ്ധതിക്കും നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാതത്ര വേണ്ടി വരുന്ന കുടിയിറക്കുകയാണ് വേണ്ടി വരുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങൾ വേണ്ടി വരുന്ന വലിയ തോതിൽ ഈ നിർമ്മാണ സാമഗ്രികൾ സമാഹരിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് വളരെ ഗുരുതരമായ രീതിയിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പദ്ധതിയാണിത്. അതുകൊണ്ട് തന്നെയാണിത് ഈ കേരളത്തിലെ പൊതുസമൂഹം ഇത് പൊതുഗതാഗതം എന്നുള്ള നിലയിൽ ഉയർത്തി കാണിക്കുന്നില്ല. ആരും അതിനകത്ത് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല ഈ ഒരു പ്രോജക്റ്റിന്. കാരണം ഇതിന് യാത്ര ചെയ്യാൻ കഴിയുന്ന ചിലവുകളെ കുറിച്ചൊക്കെ ഇപ്പോൾ തന്നെ വളരെ വ്യക്തമായി കഴിഞ്ഞു. അന്ന് ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്യുന്ന സമയത്ത് തന്നെ 2.25 രൂപ ഒരു കിലോമീറ്ററിന്. യഥാർത്ഥത്തിൽ അത് വളരെ ഏതെങ്കിലും രീതിയിൽ ഈ പ്രോജക്റ്റ് വൈബിളാക്കി കാണിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു കണക്കിലെ കളി മാത്രമായിരുന്നു അത്. അതേ കാലത്ത് വിഭാവനം ചെയ്ത മുംബൈ നാസിക് ട്രെയിനിന് പോലും സെമി ഹൈസ്പീഡ് ട്രെയിനിന് പോലും കിലോമീറ്ററിന് 4 രൂപയായിരുന്നു ചാർജ്. ഓരോ വർഷവും 12% വെച്ചിട്ടുള്ള വർധനവോടുകൂടി 2025 നടപ്പാക്കിയപ്പെട്ടാൽ പോലും 1 കിലോമീറ്ററിന് 5 രൂപ 6 രൂപയോളം ചാർജ് വരും. എത്രമാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ട്. മാത്രമല്ല അത് വേഗതയിൽ ഇത് കൊണ്ടുവരുന്ന വർധനവെന്ന് പറഞ്ഞാൽ കേവലം കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ. ഇപ്പോൾ 100 കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ഒരു 125 കിലോമീറ്റർ അധിക വേഗതയിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് സാമൂഹികമായും പാരിസ്ഥിതികമായും ഫിനാൻഷ്യലായിട്ടും വേണ്ടി വരുന്ന അമിതമായ ചെലവ് കൊണ്ട് തന്നെ ഇതിനകത്ത് ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിലുള്ള അല്ലെങ്കിൽ ഒരുതരം ചെറിയ മാറ്റങ്ങളും ചെറിയ മിനുക്കുമണികളും കൊണ്ട് ഇത് ന്യായീകരിക്കുന്ന ഒരു പദ്ധതിയാക്കി മാറ്റാനേ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ യാത്രാ ലക്ഷ്യം യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനും വേഗത വർദ്ധിപ്പിക്കാനും കഴിയുന്ന തരത്തിൽ റെയിൽവേയുടെ പദ്ധതികൾ കൊണ്ട് തന്നെ സാധ്യമാകുന്നതാണ്. കാരണം ഇപ്പോൾ തന്നെ റെയിൽവേ 3ഉം 4ഉം ലൈനിലുള്ള സർവേ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സർവേ ആരംഭിച്ചത് വഴി റെയിൽവേ തന്നെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു പദ്ധതി നമുക്ക് സാധ്യമാകുന്നിടത്താണ് 2 ലക്ഷം കോടി രൂപ മുടക്കി ഇത്തരം ഒരു പദ്ധതി ആളുകളെ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത കുടിയിറക്ക് വേണ്ടി വരുന്ന കേരളത്തെ മുഴുവൻ മുച്ചൂടും മുടിക്കുന്ന പാരിസ്ഥിതികാഘാതം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. ഇത് സത്യത്തിൽ ചാപിള്ളയായിപ്പോയി ഈ പദ്ധതി ഉപേക്ഷിച്ചു എന്ന് പറയാനാണ് ഗവൺമെൻറ് തയ്യാറാവേണ്ടത്. സ്നേഹമോൾ നൈനാൻ വിവരങ്ങളുമായിട്ട്. സ്നേഹ, ഇതൊരു ആദ്യഘട്ട പ്രതിഷേധം എന്ന നിലയ്ക്കാണോ ഇപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചർച്ച നടന്നതാണ്? റിയന്റെ വിവരങ്ങളൊക്കെ പങ്കുവെച്ചതാണ്. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുവെന്നാണ് കേരള MD പറയുന്നത്. ആ സമയത്താണ് മറുവശത്ത് പ്രതിഷേധം കനക്കുന്നത്. ഇതൊരു തുടർച്ചയുണ്ടാകുമോ ഇനി? തീർച്ചയായും ദിവിഷ, ഒരു ഭാഗത്ത് കേരളയിൽ റെയിൽവേ അധികൃതരുടെ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് മറുഭാഗത്ത് കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അതായത് കേരളത്തെ സംബന്ധിച്ച് പരിസ്ഥിതി, സാമ്പത്തിക, സാമൂഹിക മേഖലകളിൽ കടുത്ത ദുരന്തം വിതയ്ക്കുന്ന ഒരു പദ്ധതി എന്നാണ് സമരസമിതി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്ന അവകാശവാദങ്ങളെല്ലാം കപടമാണ്. അതായത് തട്ടിക്കൂട്ടിയ DPR എന്നാണ് സമരസമിതി ഈ പ്രോജക്റ്റിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് റെയിൽവേ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് ഭാവിയിൽ റെയിൽവേ വികസന സാധ്യതകൾ ഇല്ലാതാക്കുന്ന ഒരു പദ്ധതി എന്നാണ് ഇവർ ഇതിനെ വിളിക്കുന്നത്. അതായത് സർക്കാർ നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പെൻഷൻ കൊടുക്കാൻ പോലും സർക്കാരിന് സാധ്യമല്ല. ഈ ഒരു അവസരത്തിൽ 30,000 കോടി രൂപ മുടക്കി റെയിൽവേയോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്ന ഒരു പദ്ധതി 2 ലക്ഷം കോടി രൂപ മുടക്കണം എന്ന് സർക്കാർ വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് സമരസമിതി ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രതികരണങ്ങളുമായി സമരസമിതിയുടെ ജനറൽ കൺവീനർ ഇപ്പോൾ നമുക്ക് ചേരുന്നുണ്ട്. ഒരു ഭാഗത്ത് ചർച്ചകൾ മറുഭാഗത്താണ് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഇതായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. സമരമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് കൃത്യമായും ഞങ്ങളുടെ തീരുമാനമാണ്. കാരണം ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സിൽവർ ലൈൻ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് പദ്ധതിയാണ്. കേരള സർക്കാരിന് വിദേശ വായ്പ എടുത്ത് ധൂർത്തടിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു പദ്ധതിയാണ്. ഇതൊരു കടലാസ് DPR ആണ് എന്ന് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ സാധൂകരിക്കുന്നതാണ് ഇപ്പോഴത്തെ കേന്ദ്ര റെയിൽവേയുടെ അഭിപ്രായം. കാരണം DPR പൂർണ്ണമല്ല. അവരുടെ റെയിൽവേയുടെ 198 കിലോമീറ്റർ സ്ഥലം അവരുടെ അനുമതിയില്ലാതെ, ഇന്ത്യൻ റെയിൽവേയുടെ അനുമതിയില്ലാതെ എങ്ങനെയാണ് കേരളയിലിന് ഇതിൻ്റെ അലൈൻമെൻറ്റിൽ പെടുത്താൻ പറ്റുന്നത്? ഞങ്ങൾക്ക് സമിതിയുടെ നേതാക്കൾക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയുടെ മറുപടിയായി പറഞ്ഞിരിക്കുന്നത് സിൽവർ ലൈന് വേണ്ടി 198 കിലോമീറ്റർ ദൂരം അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന അലൈൻമെൻറ്റ് ഈ റെയിൽവേയുടെ അനുമതിയില്ലാതെയാണ് എന്നാണ്. അപ്പോൾ ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? നാഥനില്ലാ കളരിയാണോ? ഇന്ത്യൻ റെയിൽവേയുടെ അനുമതിയില്ലാതെ അലൈൻമെന്റ് നിശ്ചയിക്കാൻ പറ്റില്ല എന്ന് ഇപ്പോൾ അവസാനമായി പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ഇതാരാണ് തീരുമാനിക്കുന്നത്?
ഈ സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ റെയിൽവേ ആണോ? ഞങ്ങൾ തുടക്കം മുതൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ വികസനം വേണം, ഇവിടെ യാത്രാ വേഗത വേണം. ഈ ട്രാക്കിലൂടെ ബ്രോഡ് ഗേജിലൂടെ 100 കിലോമീറ്ററിന് മുകളിൽ വണ്ടി ഓടിക്കാൻ കഴിയുമെന്ന് വന്ദേ ഭാരതിലൂടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടുതൽ അനുവദിക്കുമെന്ന് കേന്ദ്രം പറയുന്നുവെങ്കിൽ അത് അനുവദിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ യാത്രാ ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ 3-4 പാത പണിയാനുള്ള സ്ഥലം റെയിൽവേക്ക് വേണ്ടി നാട്ടുകാർ വിട്ടുകൊടുത്തത് ഇവിടെ കിടപ്പുണ്ട്. അവിടെ 3-4 പാത പണിത് അതുവഴി അതിവേഗ ട്രെയിനുകൾ ഓടിക്കുക എന്നതാണ് റെയിൽവേ ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ സിഗ്നൽ സംവിധാനങ്ങൾ പരിഷ്കരിക്കണം. അതാണ് വേണ്ടുന്നത്. ഇപ്പോൾ പലയിടത്തും പൂർത്തിയായിട്ടില്ല 2ാം പാത പോലും, അത് പൂർത്തിയാക്കാണ് വേണ്ടത്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്ത് ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാതെ പുറമേക്കുള്ള വളരെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ കൊച്ചി വേദിയായി കൊണ്ടിരിക്കുന്നത്. വീണ്ടും കേരളയിൽ ചർച്ച സജീവമാകുമ്പോൾ പ്രതിഷേധങ്ങൾ കൂടി സജീവമാകുന്നു. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നാൽ പോലും ഈ അലൈൻമെന്റിൽ ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്നുള്ളത് തന്നെയാണ് സമരസമിതിയുടെ പ്രഖ്യാപനം. എന്തായാലും സിൽവർ ലൈൻ പദ്ധതിയുടെ പ്രാഥമിക ചർച്ച പൂർത്തിയായിട്ടുണ്ട്. കേരളയിൽ MD അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത്. പ്രാഥമിക ചർച്ച പൂർത്തിയായി, തുടർ ചർച്ചകൾ നടക്കും എന്നതാണ്. ഷാജി സക്കറിയുമായാണ് കേരള MD നേരത്തെ ചർച്ച നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആദ്യം.